പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവുമായി കൂടിക്കാഴ്ച നടത്തി. നൈജീരിയയുടെ ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ അവാർഡ് നൽകി പ്രധാനമന്ത്രിയെ നൈജീരിയ ആദരിച്ചു. G20യിൽ ആഫ്രിക്കൻ യൂണിയനെ ചേർത്തതും നൈജീരിയ ബ്രിക്സിൽ ഉൾപ്പെടുത്തിയതും പ്രധാനമന്ത്രി ചർച്ചാവേളയിൽ എടുത്തു പറഞ്ഞു. കഴിഞ്ഞ വർഷം ഡൽഹിയിൽ നടന്ന G20 സമ്മേളനത്തിലാണ് ആഫ്രിക്കൻ യൂണിയനെ ഉൾച്ചേർത്തത്. ഭാരതത്തിൽ ഗ്ലോബൽ സൗത്തിനെ ചേർത്ത് പിടിക്കുന്ന നീക്കം നടത്താൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും പ്രധാനമന്ത്രി നൈജീരിയയിൽ പറഞ്ഞു. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. भारत की अध्यक्षता में नाइजीरिया की पहली बार G20 समिट में गेस्ट कंट्री के रूप में जुड़ा और ये सौभाग्य हमको मिला और हमने मिलकर अफ्रीकन यूनियन को G20 की स्थायी सदस्यता दी. ये मेरे हिसाब से बड़ा ऐतिहासिक काम हुआ है. നൈജീരിയയുടെ പരമോന്നത ബഹുമതിയായ ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ പുരസ്കാരം നൽകി പ്രധാനമന്ത്രിയെ ആദരിച്ചു. ഇന്ന് നടന്ന ചർച്ചകളിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമായി തുടരുമെന്ന് ഉറപ്പുള്ളതായും പ്രധാനമന്ത്രി പറഞ്ഞു. मुझे विश्वास है कि आज की हमारी वार्ता से हमारे संबंधों में नया अध्याय जुड़ेगा और हम मिलकर वैश्विक स्तर पर ग्लोबल साउथ की प्राथमिकताओं को उजागर करते रहेंगे और हमारे संयुक्त प्रयासों से सफलता भी मिलेगी. 17 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത്. നൈജീരിയയുടെ സ്വാതന്ത്ര്യത്തിനു മുൻപേ ഭാരതത്തിന് മികച്ച നയതന്ത്ര ബന്ധം ആ രാജ്യവുമായുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.